പ്രിയ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുവാൻ ആദ്യമായി എന്നോട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹീതരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള തൗഫീഖ് നൽകി നമ്മയൊക്കെ അവൻ തുണയ്ക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ സൂറ ആല ഇംറാനിൽ പറയുന്ന സത്യവിശ്വാസികളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനൂസ്ബിറു, വിശ്വാസികളെ എന്ന് മുഅ്മിനുകളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യം. അള്ളാഹുവിൽ, പരലോകത്ത്, രക്ഷാശിക്ഷകൾ, ലോകാന്ത്യം, എല്ലാ കാര്യങ്ങളിലും നല്ല ഉറച്ച വിശ്വാസമുള്ള വ്യക്തികളോടാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഇസ്ബിറു, ക്ലേശങ്ങൾ ക്ഷമയോടെ നേരിടണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നു. ക്ലേശം എന്ന് പറയുന്ന ബുദ്ധിമുട്ട് വ്യക്തിപരമാവാം, സാമൂഹ്യപരമായ ബുദ്ധിമുട്ടുകളാകാം, സാംസ്കാരികമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാകാം. ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും നിങ്ങൾ അത് ക്ഷമയോടെ നേരിടണമെന്ന് പറയുന്നു. അടുത്ത വാക്ക് വസാബിറു, ധർമ്മത്തെ ധിക്കരിക്കുന്നവരെ സഹനം കൊണ്ട് നിങ്ങൾ അതിജയിക്കണം. ഒരൊറ്റ ആയത്തിൽ വരുന്ന പ്രയോഗമാണ്. മൂന്നാമത്തേത് വറാബിത്തു, ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, നീതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സന്നദ്ധ സേവകരായി നിലനിൽക്കണം എന്ന് പറയുന്നു. അടുത്തത് വത്തഖുല്ലാ, അല്ലാഹുവോട് നിങ്ങൾ ഭക്തിയുള്ളവരാകണം, ഭയഭക്തിയുള്ളവരാകണം. 4 കാര്യങ്ങളാണ് തുടർച്ചയായി വളരെ ചെറിയ ഒരു ആയത്തിലൂടെ അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ക്ലേശങ്ങൾ ക്ഷമയോടെ നേരിടുക, ധർമ്മധിക്കാരികളെ സഹനം കൊണ്ട് അതിജയിക്കുക, ധർമ്മരക്ഷയ്ക്കു വേണ്ടി സന്നദ്ധ സേവകരായി നിലനിൽക്കുക, അള്ളാഹുവോട് ഭയഭക്തിയുള്ള മുത്തഖീങ്ങളായിരിക്കുക. എങ്കിൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. ഈ വിജയം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതമായാലും സാമൂഹ്യ ജീവിതമായാലും ദീനിയായ ജീവിതമായാലും പരലോക ജീവിതമായാലുമാണ് പറയുന്നത്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, വിജയത്തിനുള്ള സാധ്യതയുണ്ട്. അതിനു മുമ്പ് പറഞ്ഞ 3-4 കാര്യങ്ങൾ സത്യവിശ്വാസികളായ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിയാൽ എന്ന് അള്ളാഹു ഇവിടെ വളരെ ശക്തമായി പറയുകയാണ്. പറഞ്ഞു വരുന്നത്, ഇസ്ലാമിന് കൃത്യമായ ഒരു ആദർശമുണ്ട്. ഈ ആദർശം സ്വീകരിച്ച ഈ സമൂഹത്തിന് എന്താണ് അവർ പ്രവർത്തിക്കേണ്ടത് എന്നതിന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. മൂന്നാമത്തേത്, സാഹചര്യങ്ങൾ മാറിവരുമെന്നാൽ അനുകൂലമാകാം, പ്രതികൂലമാകാം, അതിനേക്കാളേറെ രൂക്ഷമായ അവസ്ഥയാകാം. ഏതു സാഹചര്യത്തെയും നിങ്ങൾ അഭിമുഖീകരിക്കണം. പക്ഷേ ആ അഭിമുഖീകരിക്കുന്നതിൽ ഇസ്ലാമിക നിലപാട് നിങ്ങൾ സ്വീകരിക്കണം. വത്തഖുല്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. നിങ്ങൾ ഭയഭക്തിയുള്ളവരാകണം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് പറയുന്നത് മുഴുവൻ ക്ഷമയവലംബിക്കാൻ, സഹിക്കാൻ, നല്ല രീതിയിൽ നേരിടാൻ എന്ന് പറഞ്ഞിട്ട് ലഅല്ലക്കും വത്തഖുല്ല, നിങ്ങൾ ഭയഭക്തിയുള്ളവരാകണം എന്ന് പറഞ്ഞാൽ ആ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നിങ്ങളുടെ നിലപാടും വ്യവസ്ഥയും എന്ന് പറയുന്നത് അത് തഖ്വയിൽ അധിഷ്ഠിതമാകണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ആദർശത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മുമ്പിലേക്ക് പോകാൻ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി സൂചിപ്പിക്കുകയാണ് ചെയ്തത്.
ആദർശത്തിന്റെ പിൻബലത്തോടുകൂടെ മാത്രം ലോകത്ത് നടക്കുന്ന നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നാം പരിഹരിക്കുന്നതിന് വേണ്ടി മുമ്പിലേക്ക് പോകണം എന്ന് ഒറ്റ വാക്കൽ നമുക്ക് പറയാൻ കഴിയും. അതിന്റെ ഒരു വേറെ രീതിയിൽ പറഞ്ഞാൽ അവധാനതയോടെ ഒപ്പം ധീരതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന് അള്ളാഹു വ്യക്തമായി വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ദീനിന്റെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ മുഴച്ചു നിൽക്കുന്ന, ആർക്കും കാണാൻ കഴിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതിന്റെ അങ്ങേ അറ്റം വരെ ആശയവിനിമയം ഈ അഭിപ്രായ വ്യത്യാസത്തിനനുസരിച്ച് മുമ്പിലേക്ക് നടത്താം, ആശയവിനിമയവും നടത്താം. ഖുർആനില് ഇബ്ലീസുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉദ്ധരിക്കുന്നുണ്ട്. മൂപ്പര് ആദം നബി അലൈഹി ഇസ്ലാമിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചില്ല. അതിന്റെ കാരണങ്ങൾ ഞാനിവിടെ പ്രതിപാദിക്കുന്നു. അദ്ദേഹം തന്നെ, ഇബ്ലീസ് തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ലോകാന്ത്യം വരെ നിനക്ക് ശാപം കിട്ടുമെന്നൊക്കെ പടച്ചവൻ എന്ത് ചെയ്ത് പറഞ്ഞു. അപ്പൊ ശപിക്കപ്പെട്ട ഇബ്ലീസ്, ഈ ശപിക്കപ്പെട്ട ഇബ്ലീസിന് ഇനി എന്ത് സ്വാതന്ത്ര്യമാണ് കൊടുക്കേണ്ടത്? ഇബ്ലീസ് പറയുന്നു, എന്തായാലും പടച്ചവനെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ അംഗീകരിച്ചു. പക്ഷേ നിന്റെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ ഇസ്സത്ത് അസീസാണല്ലോ അല്ലാഹു, അതിന്റെ മേൽ സത്യമായും ഞാൻ നിന്നോട് പറയുകയാണ്, നിന്റെ മുഴുവൻ പടപ്പുകളെയും മനുഷ്യരെയും ഞാൻ വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ മുമ്പിൽ പറയുകയാണ്. അള്ളാഹു അതിന് അനുവാദം കൊടുക്കുന്നുണ്ട്. സാധ്യമായത്ര നിന്റെ കഴിവും തന്റെ ഇടവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നീ ജനങ്ങളെ വഴി പിഴപ്പിച്ചു കൊള്ളുക. എന്നിട്ട് അള്ളാഹു പറഞ്ഞൊരു പ്രയോഗമുണ്ട്, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലിസീൻ, നിഷ്കളങ്കരായ കളങ്കമില്ലാത്ത വിശ്വാസികളാണെങ്കിൽ അവരിൽ ഒരാളെ പോലും നിനക്ക് കിട്ടുകയില്ല. ലോകാന്ത്യം വരെ സത്യവിശ്വാസികളിൽ നിലനിൽക്കേണ്ട കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ പറയുന്ന വിശ്വാസത്തിൽ യഥാർത്ഥത്തിൽ തന്നെ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, നിഷ്കളങ്കതയുണ്ട് എങ്കിൽ, കാപട്യമില്ല എങ്കിൽ, നിങ്ങളെ വഴിപിഴപ്പിക്കാൻ, നിങ്ങളെ നശിപ്പിക്കാൻ, ഏതോ തരത്തിൽ ഒന്ന് അരികിലേക്ക് ആക്കി തീർക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് അള്ളാഹു ഇബ്ലീസിനോട് ആ സമയത്ത് പറയുകയാണ്. ഇഖ്ലാസ് ഉണ്ടാകണം വിശ്വാസത്തിൽ, അതിനനുസൃതമായ പ്രവർത്തനത്തിൽ ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾ മുമ്പിലേക്ക് നിൽക്കൂ. അള്ളാഹുവിന്റെ കരം ശക്തമാണ്, അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇബ്ലീസിനോട് പറഞ്ഞ വാക്കാണ്, നീ എന്തു വേണമെങ്കിലും ശ്രമിച്ചോ, അപ്പോൾ അവരുടെ വഴിയിൽ ഞാൻ കുത്തിയിരുന്ന് അവരെ എന്ത് ചെയ്യും, വഴി തെറ്റിക്കുമെന്നാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞത് ഒരാളെ പോലും കിട്ടൂല, ഒരാളെ പോലും കിട്ടൂല എന്ന് പറഞ്ഞത് നേർക്ക് നേരെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൽ വിശ്വാസമുള്ള അടിയാറുകളെ കുറിച്ച് അള്ളാഹുവിന്റെ അഭിപ്രായം ഇതാണ്, നല്ല ഈമാനുള്ള ഒരാളും വഴിതെറ്റുകയില്ല എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ആരെങ്കിലും വഴിതെറ്റിയാൽ, മാർഗഭ്രംശം സംഭവിച്ചാൽ, ആ വഴിയിലൂടെ പോവുകയാണ് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഈമാൻ ശരിയല്ലാത്തത് കൊണ്ട് ആ വഴിക്ക് എന്ത് ചെയ്തു, തെളിക്കേണ്ട രൂപത്തിൽ തെളിച്ചു എന്നേ മനസ്സിലാക്കേണ്ടത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, പ്രവാചകനെ അനുധാവനം ചെയ്യുന്നത്, ഖുർആനിന്റെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറയുന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ അതുപോലുള്ള എന്തെങ്കിലും ഒരു നിർബന്ധിതാവസ്ഥ കൊണ്ടോ അല്ല അത് സ്വീകരിക്കേണ്ടത്. അള്ളാഹുവിന്റെ അടിയാറുകളിൽ വെച്ച ആ വിശ്വസ്തതയുണ്ടല്ലോ,
എന്റെ ഒരു അടിയാറുകൾ പോലും നിഷ്കളങ്കമായി വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ വഴിതെറ്റുകയില്ല എന്ന് നമ്മൾ വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടെ ഉള്ള ഒരാൾക്ക് മാത്രമേ ഇസ്ലാമിക പ്രവേശം എന്ന് പറയുന്നത് സാധ്യമാവുകയുള്ളൂ. നല്ല പച്ച മലയാളത്തിൽ ഈ സാഹചര്യം വെച്ച് പറഞ്ഞാൽ, കള്ളു കൊടുത്തിട്ടോ കഞ്ചാവ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ പെണ്ണ് കൊടുത്തിട്ടോ ഒരാളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. വേറെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ ശത്രുക്കളായ ആളുകൾ അവസാനം നൽകിയ ഓഫർ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ സമ്പത്ത് തരാം, നാട്ടിലെ ഏറ്റവും സൗന്ദര്യമുള്ളവരെ തരാം, അങ്ങനെ ഒരുപാട് ഓഫറുകൾ, നാടിന്റെ ഭരണം വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ മറുപടി എന്തായിരുന്നു? എന്താ മറുപടി? ഞാൻ പറഞ്ഞിരുന്നാണ് ഇവിടെ, സൂര്യചന്ദ്രന്മാരെ എന്റെ വലത് കൈയിൽ കൊണ്ട് വലത് ഇടത് കൈരങ്ങളിൽ നിങ്ങൾ കൊണ്ടു തരികയാണെങ്കിൽ പോലും, എന്ന് വെച്ചാൽ അസാധ്യമായ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ പോലും മാ തറക്തു, ഈ ആദർശം ഞാൻ ഒഴിവാക്കുകയില്ല എന്ന് പ്രവാചകൻ കൽപ്പിച്ചാൽ മുഅ്മിനുകളായ നമ്മുടെ രീതിയും അത് തന്നെയാണ്. പ്രശ്നങ്ങളല്ല, പ്രലോഭനങ്ങളല്ല, പ്രകോപനങ്ങളല്ല, വേറെ എന്ത് സംഭവിച്ചാലും ശരി, വിശ്വാസി തന്റെ വിശ്വാസത്തിൽ തന്നെ അടിയുറച്ച് മുമ്പിലേക്ക് പോകുമെന്ന് നാം വിശ്വസിക്കുകയും അങ്ങനെ തന്നെ നാം മുമ്പിലേക്ക് പോവുകയും ചെയ്യേണ്ടതുണ്ട്. ആളുകൾക്ക് താല്പര്യമുണ്ട്, ശത്രുക്കൾക്ക് താല്പര്യമുണ്ട്. എല്ലാവരും അങ്ങ് വിശ്വാസമൊക്കെ കളഞ്ഞ് ശത്രുക്കൾ ആവശ്യപ്പെടുന്ന രൂപത്തിലേക്ക് മാറണമെന്ന ആവശ്യമുണ്ട്. ഈ ആവശ്യം ഇന്നും ഇന്നലെയും മിനിങ്ങാന്നും ഉണ്ടായതല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അവർ പറഞ്ഞു, വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം, നിഷേധികളായ ആളുകൾ, കാഫിറുകൾ അന്നത്തെ റസൂൽ പ്രവാചകന്മാരോട് പറഞ്ഞു, ലനുഖ്രിജന്നകും മിൻ അർദിനാ, ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കും, ഔ ലതഊദന്ന ഫീ മില്ലത്തിനാ, അല്ലെങ്കിൽ ഞങ്ങളുടെ മാർഗത്തിലേക്ക് നീ തിരിച്ചു വരിക. ചില ആദർശത്തെ സംയോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ വരികയാണ് എങ്കിൽ ഇന്നാട്ടിൽ എന്ന് ഇന്ന് പറയുന്ന വാക്കുകളല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞിട്ടുണ്ട്, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പുറത്താക്കുന്നു പറഞ്ഞു. പക്ഷേ വിശ്വാസിയായ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ മറുപടി ജീവിതത്തിലൂടെ നൽകുകയാണ് ചെയ്തത് എന്ന് വിശ്വാസികളായ നമുക്ക് നല്ല അനുഭവത്തിൽ എടുക്കേണ്ടതുണ്ട് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ മനുഷ്യർ മുഅ്മിനുകളോട് ധിക്കാരപൂർവം പെരുമാറുന്നതിനുള്ള 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, സത്യസന്ധമായ ന്യായവാദത്തിലൂടെ പ്രവാചകന്മാരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമുള്ള പ്രവാചകന്മാരില്ലാത്ത കാലഘട്ടത്തിലും സത്യസന്ധമായ സംവാദത്തിലൂടെ ഈ സമുദായത്തിന്റെ ആദർശങ്ങളിൽ ഒന്നിനെപ്പോലും പരാജയപ്പെടുത്താൻ കഴിയില്ല എങ്കിൽ പിന്നീട് അവർ കൈക്കൊള്ളുന്ന മാർഗമാണ് കളവോ കള്ളത്തരങ്ങളോ ഇല്ലാത്തതോ അതിങ്ങനെ എന്ത് ചെയ്യുക, പ്രചരിപ്പിക്കുക. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയണമെന്നുണ്ട്. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ചില വിഷയങ്ങളെ സാമൂഹ്യമായി അങ്ങനെ ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പുതിയൊരു സംവിധാനമാണ്. നമ്മൾ എഞ്ചിനീയർമാരെന്ന് പറഞ്ഞാൽ ഉടനെ വീട് കെട്ടുക എന്നൊക്കെ പറയുക. അതല്ലാത്ത ചില കാര്യങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ പലതും ഇവിടെ നടക്കുന്നുണ്ട്. അതിലെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ സത്യസന്ധമായി സംവദിച്ചിട്ട് വിജയിക്കാൻ കഴിയുകയില്ല എന്നത് ഒന്നാമത്തെ പ്രശ്നമാണ്. രണ്ടാമത്തേത്, ഏത് സത്യത്തെയും ന്യായത്തെയും അതിജയിക്കാനുള്ള സാമ്പത്തിക ശക്തിയും സ്വാധീന ശക്തിയും ഭരണവും എന്റെ കയ്യിലുണ്ട് എന്ന ഹുങ്കെന്നാണോ, അഹങ്കാരം എന്താണോ, അഹന്ത എന്നാണോ, എന്താ പറയാ, മലയാളത്തിൽ ഈ വാക്കുകളൊക്കെ എന്ത് ചെയ്യും, ഉപയോഗിക്കാം. ഇതുണ്ട് എന്ന ആ ഒരു മനസ്ഥിതിയിൽ നിന്നാണ് അതിനെ അങ്ങനെ ചെയ്താൽ മതി എന്ന തീരുമാനത്തിലെത്തും. പ്രവാചകന്മാരെയൊക്കെ അങ്ങനെ ചെയ്തത്. മൂന്നാമത്തേത്, സമുദായത്തിലും ഭൂരിപക്ഷം അംഗങ്ങളും പ്രവാചകന്മാരുടെ എതിർദിശയിലായിരുന്നു.
അതുകൊണ്ട് തന്നെ അവരെ ഇളക്കിവിട്ട്, പൊതുജനങ്ങളെ ഇളക്കിവിട്ടുകൊണ്ട് പ്രവാചകന്മാരെ പരാജയപ്പെടുത്താൻ എല്ലാ കാലഘട്ടങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട്. അതിങ്ങനെ തുടരുന്നു, അന്ത്യനാൾ വരെ അത് തുടരുകയും ചെയ്യും. നിങ്ങൾ ഇഖ്റ എന്ന് തുടങ്ങുന്ന ആ ആയത്ത് ഇങ്ങനെ വായിച്ചിങ്ങനെ നോക്കിയാൽ അതിന്റെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന ഈ അധ്യായത്തിന്റെ അവസാനത്തിലുള്ള ഒരു പ്രയോഗമുണ്ട്. അതെ, അവസാനത്തിലുള്ള ഒരു പ്രയോഗമുണ്ട്. ഞാൻ ആ പ്രയോഗമോ ആയത്തോ പറയുന്നില്ല. നിങ്ങളെല്ലാവരും, എന്റെ മുമ്പിലുള്ള ആളുകൾ എല്ലാവരും ഈ ഇഖ്റ എന്ന് പറയുന്ന ഈ ആദ്യം അവതരിച്ച ഈ ആയത്തും ആ അധ്യായത്തിന്റെ അവസാന ഭാഗവും ഒന്ന് വായിച്ചു നോക്കുക. പറയുന്ന വസ്ജുദ് വഖ്തരിബ് അവസാനം പറയുന്നത്, സുജൂദ് ചെയ്തുകൊണ്ട് നീ അള്ളാഹുവിനെ അടുക്കുക, ലാ തുതിഅ, അനുസരിക്കരുതാണ്. എത്ര വലിയ സമ്മർദ്ദ ശക്തികൾ നിന്റെ മുമ്പിൽ വന്നാലും ആ സമ്മർദ്ദ ശക്തികൾക്ക് മുമ്പിൽ അനുസരണമായ രീതിയല്ല സ്വീകരിക്കേണ്ടത്. അള്ളാഹുവിനോട് നീ അടുക്കുക, എന്നിട്ട് നിന്റെ ഈമാൻ ബലപ്പെടുത്തുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ച് നോക്കണം. ഖുർആൻ മറിക്കുന്നതിന് വേണ്ടി, ഒന്ന് മറിച്ചു നോക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിർബന്ധപൂർവ്വം എന്റെ സഹോദരന്മാർ അത് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള ദുശക്തികൾ, ഞാൻ പറഞ്ഞില്ല, പ്രവാചക പരമ്പരയിലൂടെ എല്ലാവരെയും പരാജയപ്പെടുത്തണമെന്നവർ ആഗ്രഹിച്ചു. വസ്തഫ്തഹു, അവരെല്ലാവരും വിജയിക്കണമെന്ന് ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രവർത്തിച്ചു. വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്, അഹങ്കാരികളും ഏകാധിപതികളും അക്രമികളുമായ അവരൊക്കെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇത് ചരിത്രം. ഈ ചരിത്രം എന്തിനാണ് വിശുദ്ധ ഖുർആൻ ആവർത്തിക്കുന്നത്? വിശുദ്ധ ഖുർആൻ ചരിത്ര ഗ്രന്ഥമായത് കൊണ്ടല്ല. സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ലോകത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടാകുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. പല ചരിത്രങ്ങളുടെ ദശാസന്ധികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്, നാം ഓതി ഇങ്ങനെ എന്ത് ചെയ്യുന്നു പോകുന്നത്. റമദാനിന്റെ കാലഘട്ടങ്ങളിൽ കുറെ സംഖ്യകൾ കൊടുത്തൊരു ഹാഫിദിനെ നിർത്തി ഇവിടെ നമ്മൾ അത് കേട്ടാൽ മാത്രം പോരാ, എന്താണ് സംഗതി എന്ന് തിരിച്ചു നോക്കണം, ഒന്ന് ചിന്തിക്കണം. അല്ലാതെ വെറും ഖിറാഅത്തിന്റെ സൗന്ദര്യവും അതിന്റെ സൗരഭ്യവും മാത്രം ഇങ്ങനെ കേട്ട് ആസ്വദിച്ച്, എങ്ക പള്ളിയിലതാ ഇന്ന് പാലക്കാട് ടൗണിൽ മികച്ചിറந்த ഖിറാഅത്ത് എന്ന് പറയാം. അതുകൊണ്ട് എനിക്കെന്ത് കിട്ടി? ആ കിട്ടി എന്നതിനുള്ള ചോദ്യം കണക്കാക്കേണ്ടതുണ്ട്, അതിനുള്ള ഉത്തരം കണക്കാക്കേണ്ടതുണ്ട്. അതിന്റെ ആശയങ്ങൾ, ഇത്ര സൗന്ദര്യപൂർവ്വം ഓതുന്ന ഈ ആയത്തുകളുടെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ ആശയമാണ്. ഈ ആശയത്തിലേക്ക് എന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പ് പറയണമെങ്കിൽ അതിന്റെ ആദ്യാവസാനം എന്തു പറയുന്നു എന്ന് നോക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. കഴിയും. ഖുർആൻ ഓതാൻ എവിടെ സമയം, അതിന്റെ അർത്ഥം ഇങ്ങനെ നോക്കാൻ എവിടെ സമയം എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു കച്ചവടക്കാർ എന്തായാലും പറയില്ല. കച്ചവടക്കാർ നല്ല മനുഷ്യന്മാരാണ്. അവരുടെ ജോലി, കച്ചവടം, അതിന്റെ കാര്യങ്ങൾ, അതിന്റെ കണക്കുകൾ, അതിന്റെ ഭാഷകൾ, അതിന്റെ ശൈലികളൊക്കെ അവർ സ്വായത്തമാക്കി എന്ന് മാത്രമല്ല, ആ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് മണി എത്രയായാലും ശരി അതൊക്കെ ക്ലിയർ ആക്കിയിട്ടേ അവർ ഉറങ്ങും. നാളെ എടുത്തു വെച്ചാൽ പറ്റൂല. എന്തേ അള്ളാന്റെ ഖുർആന്റെ കാര്യത്തിൽ മാത്രം അങ്ങനത്തെ ഒരു ശൈലി നമുക്ക് വരാത്തത്? അതെ, കച്ചവടമാണെങ്കിൽ വരുന്നോ നാളെ പരലോകത്തേക്കുള്ള യഥാർത്ഥ കച്ചവടത്തിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ള ചിന്താഗതി നമുക്ക് വരുന്നില്ല എന്ന തോന്നലിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യവും കൂടെയുണ്ട്. ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സംഗതി യഥാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കും. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളാണെങ്കിലും അതൊരു പേടിയോടുകൂടെ തോന്നുക. പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാന്ന് പറയാം. നമ്മുടെ ബിഷപ്പ് ഒരു കാര്യം പറഞ്ഞു, ലവ് ജിഹാദ് കഴിഞ്ഞു, നാർക്കോട്ടിക് ജിഹാദ്,
അതിനു മുമ്പ് ഹലാൽ ജിഹാദ് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജിഹാദ് എന്ന് പറയുന്ന സാങ്കേതിക പദം, ഹലാൽ എന്ന് പറയുന്ന സാങ്കേതിക പ്രയോഗം, ഇതിനെയൊക്കെ വേറെ ഏതോ അനാവശ്യമായ, തീർത്തും മോശവും മ്ലേച്ഛവുമായ, അതെ, കള്ള് കൊടുത്ത് അബോധാവസ്ഥയിലാക്കി ഒരു മനുഷ്യനെ ഇങ്ങോട്ട് ഇസ്ലാമിലേക്ക് എന്ന് പറഞ്ഞാല് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളല്ലാത്ത ആളുകളുടെ മനസ്സിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് പറയുന്ന ഒരു മനസ്ഥിതി വളർത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ ഫോബിയ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി കഴിഞ്ഞതോടുകൂടെ എന്ത് പ്രഖ്യാപിച്ചാലും അത് എന്ന രൂപത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു ആയിരിക്കുന്നു മനുഷ്യന്മാരുടെ മനസ്സ്. അതിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ സാങ്കേതിക പ്രയോഗമാണ് ഹലാൽ ഫുഡ്. അതിനെക്കുറിച്ച് എത്രയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ആ ഹലാൽ എന്ന് പറഞ്ഞ ഹലാൽ ഹറാം എന്ന് പറയുന്ന ആ സാങ്കേതിക ശബ്ദത്തെ ഏറ്റവും മോശവും മ്ലേച്ഛവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. ജിഹാദ് എന്ന് പറയുന്ന പരിപാവനമായ കാര്യം, ആ പരിപാവനമായ കാര്യത്തെയും ഇതുപോലെയുള്ള അനാവശ്യമായ ലൗവുമായി ബന്ധപ്പെടുത്തി, അതുപോലെ നാർക്കോട്ടിക്കുമായി ബന്ധപ്പെടുത്തി. നോക്ക്, പെണ്ണുമായിട്ടുള്ള ഒരു വീഴ്ചയിലൂടെ ഇസ്ലാമിലേക്ക് ആൾ വരുമോ? പക്ഷെ ഇതവർ പറയുന്നു, ആളുകൾ കേൾക്കുന്നു, ആളുകളുടെ മനസ്സിൽ അത് ചെയ്തിരിക്കുന്ന രൂഢമൂലമായി പോവുകയും ചെയ്യുന്നു. ഇത് വളർത്തിക്കൊണ്ടുവന്ന ഒരു സ്ഥിതിയാണ്. ഇനി അതിനേക്കാളേറെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതും വളരെ നല്ല രീതിയിൽ അത് മുമ്പിലേക്ക് പോകേണ്ടതുമായ ഒരു കാര്യം. ആദ്യകാലങ്ങളിലൊക്കെ ഒരു ആക്ഷേപമുണ്ടായിരുന്നു നമ്മളെക്കുറിച്ച്. ഇസ്ലാമിന്റെ നിയമം കാരണമാണ് പെൺകുട്ടികൾ പഠിക്കാത്തത് എന്ന് പറഞ്ഞൊരു ആരോപണം ഉണ്ടായിരുന്നു. അത് ഇസ്ലാമിന്റെ സംവിധാനം അങ്ങനെ, അതുകൊണ്ട് പെണ്ണുങ്ങൾ പഠിക്കാത്തതെന്ന് പറഞ്ഞു. ആ പഠിക്കാത്ത പെണ്ണുങ്ങളും ആ കുടുംബവും അവരുടെ അത്തമാര് അമ്മമാര് ഉമ്മ അപ്പ എല്ലാവരും കൂടെ ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് അവർ മുന്നേറി 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏകദേശം 1 മുതൽ 10 റാങ്ക് വരെ ദേശീയ തലത്തിൽ ഈ മുസ്ലിം പെൺകുട്ടികൾ അങ്ങോട്ട് റാങ്ക് അങ്ങോട്ട് വാരിക്കൂട്ടിയപ്പോൾ അവരെവിടെയോ കോപ്പി അടിച്ചാണ് കേട്ടോ എന്ന് പറഞ്ഞു. സമ്മതിക്കാൻ മനസ്സില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അന്ന് പറഞ്ഞു ഇസ്ലാമിന്റെ നിയമമാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രതിസന്ധിയും തടസ്സവും എന്ന് പറഞ്ഞ് അന്ന് കളിയാക്കി ചിരിച്ച ആളുകൾ ഇവരെല്ലാവരും അവ പഠിക്കാൻ അങ്ങോട്ട് തുടങ്ങി. അവർ നിലവാരത്തിലെത്തിയപ്പോൾ അത് കോപ്പി അടിച്ചതാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ചു തള്ളി. ആ പരിഹസിച്ച് തള്ളിയപ്പോഴെങ്കിലും ഈ നാട്ടിലുള്ള ആളുകളുടെ മനസ്സിൽ അതങ്ങോട്ട് ശരിക്കും ശരിയല്ലേ, ആദ്യം പറഞ്ഞതും ശരിയാണ്, ഇപ്പൊ പറഞ്ഞതും ശരിയാണ്, ഇങ്ങനെയുള്ള ഒരു എഞ്ചിനീയറിംഗ് നടത്തപ്പെട്ടിരിക്കുന്നു. ആ രൂപത്തിൽ മനസ്സിനെ മാറ്റിയിരിക്കുന്നു, മസ്തിഷ്കത്തെ മാറ്റിയിരിക്കുന്നു. ബോധപൂർവമായ പ്രവർത്തനത്തിലൂടെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനിത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നാം ശ്രദ്ധിക്കേണ്ടത് ഈ ജനവിഭാഗത്തോട് നമ്മുടെ വിശ്വാസത്തോടോ ആദർശത്തോടോ ബാക്കിയുള്ള കാര്യങ്ങളോടോ ഒക്കെ വിമർശനാത്മകമായി അല്ലെങ്കിൽ ശത്രുതാപരമായി സമീപിക്കുന്ന ഇവരോട് നമുക്ക് മമതയല്ലാതെ, സ്നേഹമല്ലാതെ, ആദരവല്ലാതെ വേറൊന്നും നമുക്ക് ഇല്ല. എന്തുകൊണ്ട് അത് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ സമ്മർദ്ദം കൊണ്ടൊന്നുമല്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ ഭ്രാന്തന്മാരെന്ന് അവർ വിളിച്ചു. തിരിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ അത്തരത്തിൽ പ്രയോഗിച്ചില്ല. പ്രവാചകനെ അവർ കല്ലുകൊണ്ടെറിഞ്ഞു തായിഫിൽ. പ്രവാചകൻ എതിരായി വലിയ കല്ലുകൾ കൊണ്ട് ആളുകളെ കൂട്ടി അങ്ങോട്ട് തിരിച്ച് എറിയുകയല്ല ചെയ്തത്. വിവരക്കേട് കൊണ്ട് ചെയ്തു പോയതാണെന്ന് തോന്നുന്നു. അവർ ശരിയാകും. ഈ ഇസ്ലാമിന്റെ സംസ്കാരം എന്ന് പറയുന്ന ഇതാണ് നിലവാരമുള്ള സംസ്കാരം. എന്നും എവിടെയും പറയാൻ, അത് നെഞ്ചു നിവർത്തി പറയാൻ പറ്റാവുന്ന ഒരു വ്യതിരിക്തത പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ് ഇസ്ലാമിന്റെ വ്യക്തിത്വവും അതിന്റെ എല്ലാ നിലപാടുകളും എന്ന് പറയുന്നതിന് വേണ്ടി ഞാനത് സൂചിപ്പിച്ചതാണ്. ഈ ജനവിഭാഗങ്ങളോട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരോട് നമുക്ക് മമതയല്ലാതെ, സ്നേഹമല്ലാതെ, ബഹുമാനമല്ലാതെ
വേറെ ഒന്നുമില്ല. മനുഷ്യത്വപരമായിട്ട് മാത്രമേ നാം ഇന്നും അവരോട് എപ്പോഴും പെരുമാറിയിട്ടുള്ളൂ. അത് ഇസ്ലാമിന്റെ പവിത്രതയാണ്. ഈ പവിത്രത ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നാം വ്യക്തിപരമായി അല്ലെങ്കിൽ സംഘടിതമായി ഏതായാലും നിർവഹിക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ സന്തോഷമുള്ള ഒരു കാര്യം, ഇത്തരം പ്രശ്നങ്ങൾ ഇസ്ലാമിനെതിരിൽ ഇങ്ങനെ ശക്തമായി പറയുന്നു. അവസാനം നമ്മുടെ ഭരണാധികാരിയിലെ മുഖ്യൻ അത് ശരിയല്ല എന്ന തെളിവ് സഹിതം എന്ത് ചെയ്യുന്നു, ഉദ്ധരിക്കുന്നു. അതൊക്കെ നടന്നു കഴിഞ്ഞ ശേഷവും ഇതുവരെയും പറഞ്ഞ ആളുകൾക്ക് അത് ശരിയല്ല, അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് പറയാൻ കഴിഞ്ഞില്ല. അത് അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അത് അവർക്ക് വിടുക. പക്ഷേ എതിർ ദിശയിലുള്ള ആരോപിക്കപ്പെട്ട മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കന്മാർ വളരെ നിലവാരത്തിലാണ് പെരുമാറിയത്. അതെ, വളരെ നിലവാരത്തിലാണ് അവർ ഓരോ സംഘങ്ങളും പ്രസ്ഥാനങ്ങളും അവരുടെ നേതൃത്വവും എന്ത് ചെയ്ത് പ്രതികരിച്ചത് എന്നത് നമുക്ക് ആശ്വാസകരമാണ്. അത് അവർ പിൻവലിക്കട്ടെ, അതാണല്ലോ വേണ്ടത് എന്ന രീതിയിൽ ഏറ്റവും നല്ല പ്രയോഗം നടത്തി അവർ ഇപ്പോൾ കേരളത്തിൽ ഏതായാലും നിലവാരത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു നമ്മുടെ നേതാക്കന്മാർക്ക് അർഹമായ രൂപത്തിലുള്ള പ്രതിഫലം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അവർക്ക് നല്ല വഴിയിൽ അവർ സ്ഥിരപ്രതിഷ്ഠ നേടുന്നതിനുള്ള മനസ്സും ഈമാനും നൽകി നമ്മുടെ നേതൃത്വങ്ങളെയൊക്കെ അനുഗ്രഹിക്കണം എന്ന് നാം എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കുകയും വേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ തുണയ്ക്കുമാറാകട്ടെ.